ഞാൻ ഇന്നിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാവോ? നമ്മുടെ വീട്ടിലല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു വീടുമാണ്. ഇതേ ഇപ്പം ഞാൻ നിൽക്കുന്നത് സൂര്യ ടി വിയിലാണ്. സൂര്യ ടി വി മനുഷ്യരെ എപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ നമുക്കൊരു തലവര മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ ചെയ്ത് ഇവിടെ നമ്മളെ വിളിക്കുന്നു. ദൈവമേ, ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണതല്ല. അപ്പോൾ ശില്പാബാലയില്ല, ശില്പാബാല കുട്ടി, നല്ലൊരു കുട്ടിയല്ല, ശില്പം പോലെയുള്ളൊരു കുട്ടിയുണ്ട്, സൗന്ദര്യധാമം. അപ്പോൾ ആ കുട്ടിയാണ് എന്നെ ആദ്യം വിളിച്ചത് സത്യം പറഞ്ഞാൽ. അപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അയ്യോയ്യോ, ഇതെന്താ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്, റീമിനിയാണോ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തത്. ആ കുട്ടിയുടെ കിച്ചണാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് ഓണരുചി മധുരം. അയ്യോ മോളെ, ഞാനേ ബ്ലോഗാന്ന് ഓർത്തോണ്ടേ അറിയാതെ ഇതെല്ലാം കണ്ടപ്പോ ഉണ്ടല്ലോ വീടാന്നങ്ങ് ഓർത്തു പോയി, പെട്ടെന്ന് തുടങ്ങിപ്പോയി. സോറി മോളി. ഇതെന്താണ് അല്ലേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? സ്വർഗത്തിൽ നിന്നും പൊട്ടി വീണ മലകയാണോ? സൗന്ദര്യമാണോ? നിങ്ങൾ പലരും റിമി ചേച്ചിനെ കാണുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റിമി ടോമിക്ക് എങ്ങനെയാ എനർജി ഇങ്ങനെ വരുന്നത്? ആക്ച്വലി ആ ചോദ്യം പോണ്ടത് ഇവിടെയാണ്. ചിലപ്പം റിമി ചേച്ചി വയറ്റിലുണ്ടാവുന്ന സമയത്ത് ആന്റി എന്ത് കഴിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. കാരണം ഇവിടെ നിന്നാണ് സകലതും ദൈവാനുഗ്രഹത്താൽ ഇപ്പോഴും വരുന്നത്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ പറയാം, എന്താണ് എന്റെ മുമ്പിൽ എന്നൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ഓണരുചി മധുരം, co-branded by Texma Complete Cleaning Solutions, co-powered by Eastern, Mr. Gold Sunflower Oil and Rajkumari The Complete Shopping Center. സംഭവം എന്റെ മുമ്പിൽ ഒരു പാസ്ത ഉണ്ട്. എന്താണ് ആന്റി, എന്താണ് ഉണ്ടാക്കുന്നത്? മോളെ ഇപ്പൊ ന്യൂജൻ ഇതല്ലേ, അപ്പൊ അവർക്ക് വേണ്ടി ഒരു വെറൈറ്റി പായസം. നമ്മുടെ നോമ്പ് പായസം ഒക്കെ പോയി, അവർക്ക് അതൊന്നും വേണ്ട. അപ്പൊ പാസ്ത പായസം കണ്ടു, പല കളറിലുള്ള പാസ്ത. അപ്പൊ ഞാൻ ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് ആന്റിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പോണേ. നമുക്ക് അങ്ങ് കുക്കിംഗ് തുടങ്ങാം. അയ്യോ, തുടങ്ങാം. അത് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. എന്ത് തുടങ്ങിയാൽ നമ്മൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ടതല്ലേ മോളെ? 2 സ്പൂൺ ഇടാവേ. നെയ്യ് 2 സ്പൂൺ എടുക്കാം. ആന്റിയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന പായസം എന്തുവാ? ഞാൻ എപ്പോഴും തന്നെ മോളെ ഉണ്ടാക്കുന്നത്. ശരിക്കും ഇപ്പോൾ പായസം അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്നുവെച്ചാൽ ഷുഗറൊക്കെ കുറച്ചുള്ളതുകൊണ്ടേ അല്ല പായസം ഉണ്ടാക്കിയ പിന്നെ അവർക്കൊന്നും വലിയ ഇപ്പോൾ പായസമൊന്നും വേണ്ട, പിന്നെ മുഴുവൻ ഞാൻ തന്നെ കുടിച്ച് തീർക്കണം. അപ്പോൾ ചിലപ്പോൾ വാങ്ങി, പക്ഷേ ഞാൻ ഓണത്തിന് വാങ്ങിക്കൊന്നുമില്ല. ഓണത്തിന് എനിക്ക് ഇഷ്ടം ചെറുപയർ പരിപ്പ് പായസമാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടം എന്തോ ഒരു ഇതുപോലെ തന്നെ എനിക്ക് വേറൊരു പായസമില്ല, പാലട പോലത്തെ, അതാ ഇഷ്ടം. വൈറ്റ് പായസം ഇഷ്ടം, പക്ഷെ എനിക്ക് ബ്ലാക്ക് പായസം ഇഷ്ടം. ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന പായസത്തിന് ഒരു പ്രത്യേക രുചിയാണ്. ചെറുപയർ പരിപ്പ് പായസം, ഗോതമ്പ് പായസം. അതെ അതെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ എന്തായാലും ഓണത്തിനുണ്ടാക്കും. ഷുഗർ വന്നാലും വേണ്ടില്ല, ഞാൻ കൊല്ലത്തിൽ ഒന്നെങ്കിലും ഞാൻ കഴിക്കും. ഷുഗർ ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഷുഗർ വന്നിട്ടില്ല. പാരമ്പര്യ മോളെ, പാരമ്പര്യം അപ്പച്ചനുണ്ടായിരുന്നല്ലോ. ഷുഗർ വന്നപ്പോ എനിക്ക് മധുരം ഇഷ്ടമാണ്. അതിനുമ്പ് ഞാൻ മധുരം കഴിക്കുകയല്ലേ. നമ്മൾ ഒരു സാധനം കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അത് തന്നെ. അപ്പൊ ചൂടായി ഇപ്പൊ നമ്മള് കുറച്ച് നട്ട്സ് ഇടുവാണേ, കുറച്ച് നട്ട്സ്. ഇത് മതി, ആകട്ടെ കേട്ടോ, പെട്ടെന്നാവും. അപ്പൊ നമുക്ക് ഇനി ഇതിടാം. നന്നായിട്ട് വറക്കട്ടെ. സാധാരണ പായസം ഉണ്ടാക്കുന്ന ഒരു ഫോർമാറ്റിൽ നിന്ന് ആന്റി ചെറിയൊരു ട്വിസ്റ്റ് നടത്തിയിട്ട് വറുത്തിടുന്ന സാധനം ഉണ്ടാക്കി അങ്ങനെ മാറ്റി വെക്കാം. ഈ നമ്മുടെ എപ്പിസോഡില് നമ്മുടെ സരിത ചേച്ചി വന്നപ്പോ ഒരു ടിപ്പ് പറഞ്ഞായിരുന്നു. ഇതുപോലെ നമ്മൾ പായസം ഉണ്ടാക്കിയതിനു ശേഷം ലാസ്റ്റ് നമ്മൾ വറുത്തിട്ട്, നമ്മൾ പാൽ പായസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ വറുത്തിട്ട് ഉടനെ ആ ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരി തണുക്കാൻ വെയിറ്റ് ചെയ്യണമെന്ന് ആള് പറഞ്ഞ ഒരു ടിപ്പാണ്. അപ്പൊ റാണിയായിട്ട് ശരിക്കും അത് പ്രാക്ടിക്കൽ ആക്കിക്കൊണ്ട് ഫസ്റ്റ് തന്നെ ആ പണികൾ തീർക്കാൻ. ഓരോരുത്തർക്കും ഓരോ രീതി. അത് തന്നെ. അപ്പൊ മോളെ ഇത് ഞാൻ മറച്ചു വെച്ചു. എങ്ങനെയുണ്ട് നമ്മുടെ യൂട്ടൻസിൽസ് കുക്കറിന്റെ ഉരുളി? സ്റ്റൈല്, നല്ല കട്ടി അല്ലേ? പിന്നെ അടി പിടിക്കത്തില്ല. ശരിയാണ്, നല്ലതാണ് കേട്ടോ. ഇതങ്ങോട്ട് വെക്കുവാണ്. ഇനി ഇത് ചൂടായി കഴിയുമ്പോ നമ്മള് പാലെടുത്തൊഴിക്കുന്നു കേട്ടോ. ഇത് പശുവും പാല്. അപ്പൊ എന്തായാലും നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ നമ്മൾ ആ യൂഷ്വൽ ഒരു 100% വേവിക്കുന്നതിന് പകരം ഒരു 80% വേവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ പാനി ഇടുമ്പോഴും പാൽ ഒഴിക്കുമ്പോഴും ഇച്ചിരി കൂടെ വേവ് വരുമല്ലോ അല്ലേ? അപ്പൊ ഇച്ചിരി വേവിച്ചിട്ട് ബാക്കി അങ്ങോട്ട് തന്നെ അത് വെന്തൊഴുകുമ്പോ കറക്റ്റ് വേവ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഉടഞ്ഞു പോകും അല്ലേ ആന്റി? ഒത്തിരി വേവിക്കണ്ട.
നമുക്കിനി പാസ്ത ഇടാൻ സമയമായി. ആയി, നമ്മളിത് പാല് നല്ല തിളച്ചു. അപ്പൊ നമുക്കിനി പാസ്ത ഇടാവേ. മൊത്തം ഇടുക കേട്ടോ. മൊത്തം ഇട്ടോ. നല്ല വെന്തതായതുകൊണ്ടാണേ. ഇത് നല്ല ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ, എനിക്ക് തോന്നുന്നു ആന്റിക്ക് ഈ പായസം കൺമണിക്കുട്ടിക്കും കുട്ടാപ്പിക്കൊക്കെ ഉണ്ടാക്കി അയ്യോ അവർക്ക് ഭയങ്കര ഇഷ്ടം. അവര് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ പാസ്തയുടെ വേറെയൊക്കെ നമ്മൾ ഉണ്ടാക്കൂലോ, പക്ഷെ പായസമാണ് അവർക്ക് ഇഷ്ടം. നല്ല കളർഫുള്ളാണ് ഇത് കാണാനേ. നമ്മുടെ അത്തപ്പൂ പോലെ, ഈ റൂം പോലെ, മോളെ പോലെ, ആന്റി പോലെയും. ആന്റിയുടെ വീട്ടില് ആന്റിയുടെ ഏറ്റവും ബെസ്റ്റ് ഐറ്റം എന്താ? ഫുഡ് ഐറ്റം എല്ലാവർക്കും ഇഷ്ടമുള്ള, അമ്മ ഇത് ഉണ്ടാക്കും മമ്മി എന്ന് പറയുന്നത് എന്താ? അവർക്ക് ഞാൻ വെക്കുന്ന പുളിശ്ശേരി ബീഫ്, നമ്മുടെ പാലക്കാരുടെ സ്ഥിരം എല്ലാ ദിവസവും ആ പുളിശ്ശേരി, ആ ബീഫ് വറ്റിച്ചോലത്തെയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള പുളി എല്ലാം കറപ്പിച്ചങ്ങോട്ട് വറുത്തെടുക്കും. പിന്നെ ആ മീൻ പറ്റിച്ചതും, പിന്നെ ഒരു ഉണക്കപ്പയറ് തോരനും, പിന്നെ ഒരു കടുവും വാങ്ങി. ഇത്ര കണ്ടേണ്ടല്ലോ, ആ കലത്തിലെ ചോറ് മുഴുവൻ തിരും. റാണി ആന്റിയുടെ ഇൻസ്റ്റാഗ്രാം പേജസ് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ ആ വീട്ടിനകത്ത് ആന്റിയോട് സംസാരിച്ചോണ്ടിരിക്കും. പയറ് മുറിക്കുമ്പോഴും ചക്ക മുറിക്കുമ്പോഴും ഒക്കെ ആന്റി നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും റിമി ചേച്ചിനെ കാട്ടിലും നമ്മളാണ് ആന്റിയുടെ മക്കളെ തുടങ്ങത്തേ ഉള്ളൂ. വിളിക്കുന്നത് എല്ലാവരും എന്റെ മക്കളായിട്ടല്ലേ നമ്മള്. മോളെ ഇനി ഇത് അല്ലെങ്കിൽ ഒരുപാട് കുറുകി പോവേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇടാം, പഞ്ചസാര ഇടാം. കുറച്ച് മധുരം ഉണ്ടോ നോക്കട്ടെ മോളെ. നമ്മൾ ഇത്രയും മധുരം ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇടുന്നുണ്ട്, അതുകൊണ്ട് ബാലൻസ് ആവും. പക്ഷെ എന്നാൽ ഇതിന് മധുരമുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും പായസത്തിന് ഭയങ്കര മധുരമല്ലേ ഇഷ്ടം. പായസം എന്ന് പറഞ്ഞാൽ മധുരം. നല്ല റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇടാം. 2-3 സ്പൂണൊക്കെ മതി കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം തിളപ്പിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, അത് ചെറുതായിട്ടൊന്ന് കുറുകി വരുമല്ലോ. ചെറുതായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മള് വറുത്ത് വെച്ചതും കൂടി എടുത്തിടുന്നു, ഏലക്കാപ്പൊടി ഇടുന്നു, സംഗതി തീർന്നു. ഇവിടെ ആന്റി പായസം 10-15 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ ഈസ്റ്റേണിന്റെ പരിപ്പ് പായസവും ഗോതമ്പ് പായസം ഇതുപോലെ തന്നെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കുറച്ച് പാല് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ 30 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾക്ക് ഈ പായസം റെഡി ആയിരിക്കാം. അത് ഭയങ്കര ടേസ്റ്റിയുമാണ്. ശരിക്കും നമ്മൾ സമയമെടുത്ത് ഉണ്ടാക്കുന്ന പായസത്തിന്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. നമ്മുടെ പരിപ്പ് പായസം ബ്ലെൻഡ് ഓഫ് പരിപ്പ് ആൻഡ് ജാഗറിയാണ്. അതുപോലെ ഗോതമ്പിന്റെ പായസം ബ്ലെൻഡ് ഓഫ് വീറ്റ് ആൻഡ് ജാഗറിയാണ്. അപ്പോൾ ഈസ്റ്റേൺ മധുരമുണ്ടെങ്കിൽ ഓണസദ്യ പെർഫെക്റ്റ്. അപ്പൊ ആന്റി നമ്മൾ എല്ലാം ലാസ്റ്റ് അങ്ങ് തീരാണ്. അവസാനം നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ഇടുന്നു. ശകലം ഇട്ടാൽ മതി. ചിലർക്ക് ഏലക്കായുടെ സ്വഭാവം അത്ര ഇഷ്ടമില്ല. മോക്ക് ഇഷ്ടമുണ്ടോ? എനിക്കും ഇഷ്ടമില്ല, അത്രയ്ക്ക് ഇഷ്ടമില്ല. ശകലം മതി, ഇത്തിരി മതി. ഇനിയിപ്പോ നമുക്ക് വേണ്ടി ഇത് കെടുത്താ കേട്ടോ, അല്ലെങ്കിൽ കൂടുതൽ കുറുകി പോകും. ഇനി നമുക്ക് അതും കൂടെ അങ്ങ് ഇട്ടാ കാര്യം തീരും. അപ്പൊ അത് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അതും കൂടെ ഇട്ടാൽ മതി. ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് മുട്ടി നിൽക്കാൻ കേട്ടോ. ആണോ? തരാലോ. ചിലരുണ്ടല്ലോ മോളെ, ഈ പാസ്ത ഉണ്ടല്ലോ ഇങ്ങനെ ഇത്രയും മുഴുപ്പായിട്ട് കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല. ചിലരുണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കും, ചെറുതായിട്ടൊന്ന് പൊടിക്കും. അപ്പൊ നല്ല കുരുവിനാന്ന് ചെറുതായിട്ട് കിടക്കും. കടിക്കുന്നത് ചിലർക്ക് താല്പര്യമില്ല, ചിലർക്ക് ഇഷ്ടം കേട്ടോ. എല്ലാം സെറ്റായി കേട്ടോ മോളെ. ഇനി മോക്ക് ഞാൻ പായസം വിളമ്പി അങ്ങ് തരും. ബ്രെഡ് സോസ് പാസ്ത ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ പായസം പാസ്ത സൂപ്പറാണോ? സൂപ്പർ ഡൂപ്പർ അടിപൊളി. ഞാൻ ഈ ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മള് സാധാരണ നമ്മൾ സേമിയ പായസവും പാലട പായസവും ഒക്കെ കഴിക്കുന്ന കൂട്ട് തന്നെ, പക്ഷെ ഒരു സ്റ്റൈലുള്ള അത് തന്നെ ഒരു വെറൈറ്റി സംഭവം. ഒരു ഇതും കൂടെ ഞാൻ എടുക്കുവാണ്, അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് കഴിച്ചു നോക്കാം. സൂപ്പർ അല്ലേ? ഫസ്റ്റ് ക്ലാസ് റാണി ടോമി. അപ്പൊ അടുത്തതും റാണി ആന്റി ഒരു സിമ്പിൾ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അത് എന്താണെന്നറിയില്ല. എന്താണ് സംഭവം? ഞാൻ ഉണ്ടാക്കുന്നത് എന്നാന്ന് വെച്ചാല് ചിലവർക്ക് എപ്പോഴും ഈ ബീഫൊക്കെ വേണമല്ലോ മോളെ. ചിലവർക്കാണോ അതോ
ചില പാലാക്കാർക്ക് പ്രത്യേകിച്ച് പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും എല്ലാത്തിനും അപ്പൊ ഞങ്ങൾ ഓണത്തിനന്ന് മാത്രം ബീഫ് കഴിക്കൂല. അപ്പൊ നമുക്ക് ബീഫ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചിലർ ഇങ്ങനെ കടന്ന് നോക്കും, മൊത്തം പച്ചക്കറിയല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫ് പോലെയുള്ള ഒരു സാധനമുണ്ട്, സോയാബീൻ. അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു അത് തന്നെ. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി അത് ഞാൻ ശരിക്കും പറയാം. അപ്പൊ ആന്റി നമ്മളെ സോയ കൂട്ടുകറി അങ്ങ് തുടങ്ങണം അല്ലേ? തുടങ്ങാം നമുക്ക്. എന്തൊക്കെ വേണം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം. പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അയ്യോ മോളെ, ഇതിനകത്ത് ഒരു സാധനം കാണുന്നുണ്ടല്ലോ. ഇത് നമുക്ക് ബീഫിന് പകരമാണ് ഏറ്റവും പ്രത്യേകിച്ച് ഒരു സാധനം വേണമെന്ന് പറഞ്ഞില്ലേ? സോയ. സോയ. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്റ്റൗ കത്തിക്കും. അതെ, സ്റ്റൗ കത്തിക്കാതെ ഒന്നും പറ്റൂല. മിസ്റ്റർ ഗോൾഡിന്റെ ഒരു സൺഫ്ലവർ ഓയിലാണ്. ഞങ്ങൾക്കൊക്കെ നല്ലതായിരുന്നത് കേട്ടോ. നല്ല ബ്രൗൺ ആവണം, ഒരു കുറച്ച് നല്ല ബ്രൗൺ ആയ നല്ലതാണ്. ഞാൻ ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക് റാണി ആന്റി ചിലങ്കയൊക്കെ ഇട്ട് നല്ലൊരു ക്ലാസിക്കൽ ഐറ്റം അങ്ങ് ഡാൻസ് ചെയ്തോണ്ടിരിക്കാൻ കഴുകി വെച്ച് നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. ആന്റിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ആയിട്ട് മോളെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി നമ്മൾ എടുത്തത് തക്കാളി ഇടുന്നു. ഓക്കെ ആന്റി, എനിക്കൊരു ആഗ്രഹം പറയാനുണ്ട്. ഈ ഓണത്തിന് ആന്റി അത് സാധിച്ചു തരണം. ആന്റിയുടെ ഒപ്പം 2 സ്റ്റെപ്പ് ഇടണം. എന്താ പടമൊക്കെ കാണുമ്പോ വിസിലടിക്കാറുണ്ട്. വിസിലടിച്ചാൽ അറിയത്തില്ല, ഏറ്റവും കൈ കൂട്ടും. അതൊക്കെയാണ്, അത് കുഞ്ഞിലേ മതി. അതെ, അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് എന്നാന്നറിയാവോ, എന്റെ വെല്ലുമ്മയ്ക്കും ഒക്കെയാണ് അന്ന് പാലായിലൊക്കെ ഉണ്ടല്ലോ തമിഴ് സിനിമയേ ഉള്ളൂ. ഞങ്ങൾ ഈ തമിഴ് സിനിമ കാണാൻ പോയിരുന്നു. അപ്പൊ എനിക്ക് തമിഴ് പാട്ടാണ് മോളെ ഏറ്റവും ഇഷ്ടം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇടുക. നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് വഴറ്റിയിട്ടാണ് നമ്മൾ പൊടികൾ ഇടുന്നത്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ കിടക്കട്ടെ. മുളക് ഇത് മതി. ഇതൊന്ന് വഴറ്റി ഗരം മസാലയും കൂടി ഇടുവേ. നമ്മൾ ഈ സോയ ഉണ്ട് ഇതിന്റെ പ്രധാന നായകൻ. പിന്നെ സോയ ഇടാറായി. അപ്പൊ പിന്നെ ഞാൻ ഒരു പുള്ളിനെ വിളിച്ചോണ്ട് വരട്ടെ. സോയം കൊണ്ട് ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയാണെ. റാണി, എന്തോ मेरी दिल की रानी. ഓ മൈ ഗോഡ്, റാണിയുടെ മകളെ ഞാൻ എടുത്തിട്ടുണ്ട്. റാണിക്കും ഞാൻ റാണീനെ എടുക്കണമെന്നുണ്ടോ? വേണ്ട, ഷാരുഖാന്റെ നടുവൊടി. ഈ മീനെ എടുത്തപ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് നടുവൊടിഞ്ഞോ. ഷാറുഖ് ജി നമ്മുടെ സോയ കൊണ്ടുവന്നിരിക്കുകയാണ് ആന്റിക്ക്. ഇപ്പൊ തന്നെ ഇട്ടിട്ട് നമ്മുടെ സോയ കൂട്ടുകറി റെഡിയാണ്. അതെ, ഈ സോയ ഉണ്ടല്ലോ നമ്മൾ ആദ്യമേ ഇച്ചിരി മല്ലിപ്പൊടി, ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ചെറുതായിട്ട് വെള്ളം തിളപ്പിച്ച് വേവിച്ചിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് മുറിച്ചടിച്ചാണേ. ഇപ്പൊ നമ്മൾ ഇതിട്ടു. ഇനിയെല്ലാം പെട്ടെന്നാ. നമ്മൾ ഉരുളക്കിഴങ്ങ് വേറെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ശരിക്കും വെന്തിട്ടില്ല, എന്നാലും ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കടന്ന് വെന്തോളും. ശരിക്കും ഒരു നോൺ വെജ് ഉണ്ടാക്കുന്നതിന്റെ സ്മെല്ല്. അത് മസാല ഇട്ടുകൊണ്ട് നമ്മൾ അതൊക്കെ ഇട്ടു. പിന്നെ നമ്മളിത് തേങ്ങ വെറുതെ നമ്മൾ നല്ലതായിട്ട് വറക്കും. ഇത് തീലിനൊക്കെ വറക്കുന്ന പോലെ നല്ല സ്മെല്ല് വരും. അത് തന്നെ. ഇത് ഇതിനടുപ്പം നല്ല ഒരു പ്രത്യേക ടേസ്റ്റ്. തേങ്ങ ഇല്ലാതെയും ചിലവർ ഉപയോഗിക്കും, പക്ഷെ ഇതിട്ടൊരു കുറച്ച് രുചി കൂടുതൽ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് ശരിക്കും ഈ കൂട്ടുകറി സദ്യയുടെ ഒപ്പം എനിക്ക് തോന്നുന്നു ചപ്പാത്തിയുടെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം. എല്ലാം നല്ലതാണ്, ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും. ഇനി നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടി ലാസ്റ്റ് ഇടുവേ. ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം. ഇച്ചിരി കുരുമുളക് പൊടി ഇടാവേ. എരിവൊക്കെ പച്ചമുളകൊക്കെ ഇട്ടതല്ലേ. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇനി എല്ലാം മല്ലിയിലെല്ലാം ഇട്ട് നല്ല ഇതൊന്ന് പറ്റണം. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചൊക്കെ നല്ല കറുപ്പിച്ചെടുക്കും. ഉപ്പിടട്ടെ. ഇനി ഇതെല്ലാം ഇടുന്നു. ഇതെല്ലാം ഇട്ടു കേട്ടോ. പാചകവും ഒരല്പം ഡാൻസ്. അതെ 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 അതെ. മെയിൻ സാധനം പോലെ തേങ്ങാക്കൊത്ത് വേണം ഒരെണ്ണത്തിന്റെ. ആരോ കുറിച്ചൊര തലക്കുറി തിരുത്തിടാം. ഓണം വൈബോണം പൊളിച്ചടുക്കാം.
ആരും ഇനി എന്തോ ആന്റി നമ്മൾ ചെയ്യുന്നേ? ഇനി നമ്മൾ ചെയ്യണത് ഗരം മസാല ഇതല്ലേ, ഇതൊരു ശകലം കൂടി ഇടുക. ഓക്കേ, അത് ലാസ്റ്റ് സ്റ്റെപ്പ് ആണോ? ലാസ്റ്റ് ആണ്, തീർന്നു. അറിഞ്ഞിടണം ഓളം കൂട്ടിയിടാം ഇനി എല്ലാരും ഒന്ന് കഴിച്ചു നോക്കേ. താളം തുള്ളാനായൊരു എല്ലാം ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ആ, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത്. ഉരുളക്കിഴങ്ങ് എങ്ങനെയാ, ഞാൻ ചിലപ്പോൾ എന്താ ചെയ്യുന്ന ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നല്ലപോലെ വേവിക്കും, ഒറ്റ പിസിലടിപ്പിക്കുള്ളൂ, അപ്പോൾ കഷ്ണങ്ങളാക്കും. ഈ സോയ പോലെ തന്നെ ആ ഷേപ്പിൽ തന്നെ അങ്ങനെ തന്നെ കഷ്ണങ്ങളാക്കണം. ഇച്ചിരി വലുതായാലും കാരണമല്ല, പക്ഷെ അതിങ്ങനെ നല്ലൊരു വരട്ടി ഇങ്ങനെ എടുക്കണം. വേണമെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കറുത്ത് വരും കുറച്ച് കഴിയുമ്പോൾ, നല്ല വരട്ടിയിട്ട് നല്ല രുചി. ഇതിൻ്റെ കൂടെ എന്നാ കറിയെന്നറിയാം മോളെ, പുളിശ്ശേരി, ഉള്ളിയുള്ള നല്ല പുളിശ്ശേരി. എന്ത് മോര് കൂട്ടാനാണോ അതോ പുളിശ്ശേരി നമ്മൾ കുമ്പളങ്ങ കുമ്പളങ്ങ പുളിശ്ശേരി? അത് ഭയങ്കര നല്ല, അതും ഇത് എന്തോ നല്ലതെന്ന്. ഇത് നമുക്ക് വേണമെങ്കിൽ ഓണത്തിന് വെക്കാം, കൂട്ടുകറിയാ കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കറിയെല്ലാം ഒന്ന് കൂട്ടി കഴിയുമ്പോൾ എന്നോട് നിങ്ങൾക്ക് പ്രത്യേകം ഇഷ്ടമാവും. അല്ല, അതിന് കൂട്ടാതെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഇനിയിപ്പോ നല്ലതായി, കഴിച്ചോ എല്ലാരും? പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. കവിളിന വെട്ടത്തിൽ നമ്മുടെ സോയ കൂട്ടുകറി ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ അതൊരു നോൺ വെജിറ്റേറിയൻ കറിയുടെ ഒരു ലുക്ക് ഇത് തന്നെ. ഇരിക്കുന്നോറും ഇങ്ങനെ ഒരു ബ്ലാക്ക് നിറത്തിൽ വരും. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കി ഇത് ഇരുന്നാണ് മൂടി വെച്ച് പിന്നെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ വറുത്തെടുക്കും. ഇങ്ങനെ കളർ മാറ്റി എടുക്കൂല, അതുപോലെ ഇത് എടുക്കാം, അപ്പൊ ടേസ്റ്റ് കൂടും. കറി കഴിക്കേ. സോയ കൂട്ടുകറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പറല്ലേ? സൂപ്പർ. പുളിശ്ശേരി കൂടി വേണം ചോറിനെ. നല്ല കാളനുണ്ട്, പുളിശ്ശേരി ഇതും കൂടെ ഇത് എല്ലാവർക്കും കഴിക്കാം, ഉണ്ടാക്കാം. അതെ, ദോശയുടെ കൂടെ കഴിക്കാം, ബ്രെഡിന്റെ കൂടെ, ചപ്പാത്തി, ചോറ്, ഉഗ്രൻ ഐറ്റം. അപ്പം ആരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇത് നിർബന്ധം. ഇപ്പൊ ഓണത്തിന് മാത്രമല്ല, എവറി ഡേ പ്രോട്ടീൻ റിച്ചും ആണ്, കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്, എല്ലാം ഉള്ള ഒരു കിടിലൻ റാണി ടോമി സ്പെഷ്യൽ സോയ കൂട്ടുകറി. അടിപൊളി.